ഇനി രണ്ടാഴ്ച മുമ്പ് തന്നെ സേനയെത്തുന്നതും ഇത് ആദ്യമായിട്ടാണ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്തോ തിബത്തൻ ബോർഡർ പോലീസ് എന്നിവയുടെ കമ്പനികളെ അയക്കാനുള്ള ആദ്യ ഉത്തരവുമെത്തി. പുറമെ മറ്റ് ചില സേനാവ്യൂഹങ്ങളും ഉണ്ടാകും. തളിപ്പറമ്പ്, പാനൂർ, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലായി 4 കമ്പനി കേന്ദ്രസേന ബുധനാഴ്ച കണ്ണൂരിലെത്തി. വെള്ളിയാഴ്ച IDBPയുടെ 4 കമ്പനി പയ്യന്നൂർ, ഇരിട്ടി മേഖലയിലെത്തും. ഇതിനു പുറമെ 6 കമ്പനിയെ കൂടി വിന്യസിക്കാനും അനുമതിയായിട്ടുണ്ട്. മൊത്തം 14 കമ്പനി കേന്ദ്രസേനയെ നിയോഗിക്കാനാണ് അനുമതിയായത്. മറ്റു ചില സംസ്ഥാന സായുധ സേനകളെയും വിന്യസിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. BSFന്റെ 4 കമ്പനികളും CRPFന്റെ 2 കമ്പനികളുമാണ് ബുധനാഴ്ച എത്തിയത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാസർകോട് ജില്ലയിലെത്തിയ കേന്ദ്രസേനയും കർണാടക റിസർവ് പോലീസും കാഞ്ഞങ്ങാട്, ഉദുമ മണ്ഡലങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും AICC വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും ജില്ലയിലെത്തുന്നത് കണക്കിലെടുത്താണ് ക്രമസമാധാന നിയന്ത്രണം ഏറ്റെടുക്കാൻ കേന്ദ്രസേന നേരത്തെ എത്തിയത്. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. കൊലപാതക രാഷ്ട്രീയക്കാർക്ക് തിരിച്ചടി നൽകാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ LDFന്. കൊലപാതകത്തിന്റെ പേരിൽ MLAക്കെതിരെയുള്ള വ്യാജ പ്രചാരണത്തിന് മറുപടി നൽകാൻ നിങ്ങളുടെ വോട്ടുകൾ UDFന്. മണ്ണാർക്കാട്ടെ നിരത്തുകളിൽ നിരങ്ങി നീങ്ങുന്ന അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ നിന്നുള്ള വോട്ടഭ്യർത്ഥനയാണിത്. വീശിയടിക്കുന്ന പാലക്കാടൻ ചുടുകാറ്റിനൊപ്പം മണ്ണാർക്കാട്ടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തവണ ചൂടുള്ള ചർച്ചയാവുന്നത് കൊലപാതകം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും കവലപ്രസംഗങ്ങളിലും കൊലപാതകം തന്നെയാണ് ആദ്യം കടന്നുവരുന്നത്. നാട്ടിലെ നാടൻ ചർച്ചകളിലും കൊലപാതക രാഷ്ട്രീയത്തോടുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. കല്ലാംകുഴി പള്ളത്തി വീട്ടിൽ കുഞ്ഞുഹംസവും നൂറുദ്ദീനും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് 2013 നവംബർ 20-നാണ്. വർഷം 3ലേക്ക് അടുക്കുമ്പോഴും ഇവരുടെ ഓർമ്മകളാണ് കൊലപാതകത്തിന് കൂട്ടുനിന്നവരെ ഇന്ന് വേട്ടയാടുന്നത്. വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ കയറുന്ന പ്രവർത്തകർ ആദ്യം നേരിടേണ്ടി വരുന്നതും കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ദയയും അർഹിക്കാത്ത കൊലപാതകികൾക്ക് കൂട്ടുനിന്ന MLA തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിറകോട്ടു പോകുന്നതും അരും കൊലയുടെ ചോര മണക്കുന്ന കൈകൾക്ക് സഹായം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ്. UDF നേതാക്കളിൽ പലരും മുന്നണി സംവിധാനത്തിന്റെ സാങ്കേതികത്വത്തിൽ ഗത്യന്തരമില്ലാതെയാണ് MLAയെ അനുഗമിക്കുന്നത്. ചിലർ രഹസ്യമായി MLAക്കെതിരെ രംഗത്തുവരുമ്പോൾ മറ്റു ചിലർ പരസ്യമായി തന്നെ നിലപാട് തുറന്നു പറയുന്നുണ്ട്. കൊലപാതകികളെ ഇപ്പോഴും സഹായിക്കുന്ന MLAക്കൊപ്പം പ്രവർത്തിക്കാൻ പ്രയാസമുണ്ടെന്ന് മണ്ഡലത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ രഘുത്തമൻ പറഞ്ഞു. ഈ നിലപാടുള്ള പലരും മണ്ഡലത്തിലുണ്ട്. നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പല കുടുംബയോഗങ്ങളും നടക്കാതെ പോയതും ഇതേ വികാരം കൊണ്ടുതന്നെയാണ്. കവലകൾ തോറും താൻ നിരപരാധിയാണെന്ന് MLAക്ക് വിളിച്ചു പറയേണ്ടി വന്നത് തന്നെ ഈ പ്രതിഷേധത്തെ മറികടക്കുന്നതിനു വേണ്ടിയാണ്. കൊലപാതകികൾക്ക് നിയമസഹായവും രാഷ്ട്രീയ സുരക്ഷയും ഒരുക്കിക്കൊടുത്തതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ MLA നേരിടുന്ന തിരിച്ചടി. 2 കുടുംബങ്ങളെ അനാഥമാക്കി 2 പേരുടെ ജീവനെടുത്തവരും അരും കൊലയുടെ സൂത്രധാരരും രാഷ്ട്രീയ തണലിൽ വിലസുമ്പോൾ നീതിക്കും ന്യായത്തിനും നാട്ടിൽ വിലയില്ലേ എന്നാണ് ഇവിടെ വോട്ടർമാരുടെ ചോദ്യം. UDFന്റെ ശക്തികേന്ദ്രങ്ങളിൽ പോലും മ്ലാനത പ്രകടമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിരോധിക്കാനാകാത്ത വിഷയമായി കല്ലാംകുഴി കൊലപാതകം മാറിയിരിക്കുകയാണ്. ഇവിടെ സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ അത്ര വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് ഈ സംഭവം. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആഹ്വാനവും വലിയ ചലനമാണ് പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം
ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തു അണയാതെ ശീതക്കാറ്റിലും ശരവേഗം പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല പ്രതിരോധ വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ജലമാണ് ജീവൻ എന്ന ശീർഷകത്തിൽ SYS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജലബോധവൽക്കരണ ക്യാമ്പയിൻ ഭാഗമായി ഉപ്പള സോണിലെ സുന്നി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉപ്പള ബസ് സ്റ്റാൻഡിൽ ഒരാഴ്ച മുമ്പ് തുടക്കം കുറിച്ച സൌജന്യ സംഭാര വിതരണം കൂടുതൽ ജനകീയമായി. ദിവസവും 1500-നടുത്ത് ആളുകൾ ദാഹം തീർക്കാൻ ഉപ്പള സ്റ്റാൻഡിലെ SYS തണ്ണീർപന്തലിലെത്തുന്നു. ഇതിനകം 10,000-ലേറെ ആളുകൾക്ക് സൌജന്യമായി സംഭാരം വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ മാസം 20 വരെ വിതരണം തുടരും. വിവിധ ആവശ്യങ്ങൾക്ക് നഗരത്തിലെത്തുന്നവരും ഡ്രൈവർമാരും മറ്റു തൊഴിലാളികളും സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കടുത്ത വേനൽച്ചൂടിൽ ഉപ്പള ടൌണിലെത്തുന്നവർക്ക് ഏറെ ആശ്വാസമാണ് SYSന്റെ ഈ സംരംഭം. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന 1,00,000 ലഘുലേഖയും ഇതോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നു. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് PS ആറ്റക്കോയത്തങ്ങൾ, ജില്ലാ ഫിനാൻസ് സെക്രട്ടറി ബഷീർ പുളിക്കൂർ, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സുലൈമാൻ കരിവള്ളൂർ എന്നിവർ കഴിഞ്ഞ ദിവസം ഉപ്പളയിലെ വിതരണ കൌണ്ടർ സന്ദർശിച്ചിരുന്നു. SYS സോൺ പ്രസിഡന്റ് സിദ്ദീഖ് സഖാഫി ബായാർ, ഷാഫി സൈദ് ഷിറിയ, മുഹമ്മദ് മണ്ണംകുഴി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഈ മാസം 10, 11, 12 തീയതികളിൽ നടക്കുന്ന അന്താരാഷ്ട്ര സഖാഫി സമ്മേളനത്തിന്റെ സമാപനമായി 12-ന് രാവിലെ 10 മണിക്ക് സമ്പൂർണ്ണ സഖാഫി സംഗമവും വൈകുന്നേരം 4 മണിക്ക് ഖത്മുൽ ബുഖാരി ആത്മീയ സമ്മേളനവും നടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൂഫിവര്യന്മാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും സമ്മേളനത്തിൽ സംബന്ധിക്കും. ഖത്മുൽ ബുഖാരി ആത്മീയ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സംഘാടക സമിതി രൂപീകരിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി പദ്ധതി അവതരിപ്പിച്ചു. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, VPM ഫൈസി വില്യാപ്പള്ളി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, CP ഉബൈദുള്ള സഖാഫി, പത്തപ്പിരിയം അബ്ദുറഷീദ് സഖാഫി, ഉമർ ഹാജി കാരന്തൂർ, അബ്ദുൽ ലത്തീഫ് സഖാഫി പെരുമുഖം, മുഹമ്മദ് നൂറാനി വള്ളിത്തോട് തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VS-ഉം പിണറായിയും അടക്കം ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ 685 കേസുകളുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പെരുമ്പാവൂർ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷ കക്ഷികളുടെ വാക്കുപോര് തുടരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കണ്ണൂരിൽ കേന്ദ്രസേനയുടെ വിവിധ കമ്പനികൾ ആദ്യ സംഘം റൂട്ട് മാർച്ച് നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ BA ബിരുദ രേഖകൾ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. കല്ലാംകുഴിയിലെ ഇരട്ട കൊലപാതകം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട്ടെ ചൂടേറിയ ചർച്ച. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% ക്ഷാമബത്ത അനുവദിച്ചു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥി ജിഷയെ കഴുത്തുഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊടും ചൂടിൽ ജനങ്ങൾക്ക് ആശ്വാസമായി SYSന്റെ തണ്ണീർ പന്തൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.